അസ്സലാമു അലൈക്കും. എ ടു സെഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സമാധാനം, സന്തോഷം, ഐശ്വര്യമുള്ള ഒരു പുതു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ചതിൽ ഏറ്റവും മികച്ച ഒരു വർഷം ആയിരിക്കട്ടെ. എന്തെങ്കിലും സങ്കടങ്ങൾ 24 വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ മറികടക്കാൻ തക്ക ഏറ്റവും മികച്ച ഒരു സന്തോഷകരമായ 2025 കടന്നു പോട്ടെ എന്ന് ആശംസിക്കുക കേട്ടോ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ലൈവൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. നമ്മളെ ഗിവ് അവേ വിന്നറൊക്കെ നമുക്ക് കാണാൻ നമുക്ക് വിളിച്ച് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇൻഷാ അല്ലാ കാണാൻ അവസരം ഉണ്ടെങ്കിൽ അവർ നമുക്ക് വീഡിയോ ഇട്ട് തരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യും കേട്ടോ. ഇന്ന് വന്നിട്ടുള്ളത് ഡബിൾ ഫ്ലെയർ പിന്നെ ഗൗൺ എങ്ങനെ ചെയ്യാൻ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തുണിനെ രണ്ടായി മടക്കി, ഇത് സാരിയാണ് കേട്ടോ. അപ്പോൾ സാരീൻ്റെ ഒരു സൈഡിൽ നിന്നാണ് ക്ലോത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിലവിലുള്ള ക്ലോത്ത് ഇത് 48 ഇഞ്ച് ലെങ്ത്താണ് വേണ്ടത്. അപ്പോൾ നമ്മളൊരു 47 ഇഞ്ചോളം ഫസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ലെയർ 47 ഇഞ്ച് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ 47 ഇഞ്ച് എടുത്തു. അതിൻ്റെ ഇരട്ടി, ഓക്കെ, എത്രയാണോ ലെങ്ത്ത് അത്ര എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇരട്ടി എടുക്കുക. കണ്ടോ, ഇങ്ങനെ എടുത്തു. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് മടക്കി. ഡബിൾ ഫ്ലെയർ ആയതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ താഴ്വശത്തെ ഈ മടക്കുണ്ടല്ലോ അതിൻ്റെ ഒപ്പം മുകൾ ഭാഗത്തെ പീസ് വേണം കേട്ടോ. ഡബിൾ ഫ്ലെയർ ആണെങ്കിൽ, സിംഗിൾ ഫ്ലെയർ ആണെങ്കിൽ അതിനേക്കാളും താഴോട്ട് വരണം. ഓക്കെ, എന്നിട്ട് നമ്മളിത് കറക്റ്റ് ചെയ്തു. ഇത് സാരി ആയതുകൊണ്ട് കുറച്ച് പ്രയാസങ്ങളുണ്ട് ചെയ്യുമ്പോൾ. നമ്മൾ വിചാരിച്ച അത്ര ഒരു ഈസി ആയിട്ട് നമുക്ക് ഈ തുണീനെ കവർ ചെയ്തെടുക്കാൻ കഴിയില്ല കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ലെങ്ത്താണ് നോക്കുന്നത്. ലെങ്ത്ത് 48 13.5 അവരെ പിന്നെ ഹിപ്പ് ലെങ്ത്തില്ലേ, ഇത് യോക്ക് ലെങ്ത്ത് കേട്ടോ. 13.5 യോക്ക് ലെങ്ത്ത്. അപ്പോൾ ഷേപ്പ് റൗണ്ട് നോക്കുക. ആദ്യം നോക്കേണ്ടത് ഷേപ്പ് റൗണ്ടാണ്. അപ്പോൾ ഡബിൾ ഫ്ലെയർ ആണ് കേട്ടോ. ഷേപ്പ് റൗണ്ട് 33 ആണ്. 33 നമ്മൾ 8 കൊണ്ടരിക്കുകയാണ്. ഡബിൾ ഫ്ലെയർ ആകുമ്പോൾ 8 കൊണ്ടരിക്കണം. സിംഗിൾ ഫ്ലെയർ ആകുമ്പോൾ 4 കൊണ്ടരിക്കണം. അപ്പോൾ 8 കൊണ്ടരിക്കുമ്പോൾ 32 ആകുമ്പോൾ, 33 ആകുമ്പോൾ 4 കൊണ്ടരിക്കുമ്പോൾ 8.25. അപ്പോൾ 4 പോയിൻ്റ് ഒന്നും ഉണ്ടാവും. അപ്പോൾ നമ്മൾ 4.1 4 ഇഞ്ച് കുറച്ചിട്ട് കേട്ടോ. 4 ഇഞ്ച് കുറച്ചിട്ട് 3.25 മാർക്ക് ചെയ്യാണ് കേട്ടോ. ഇത് 4 ഇഞ്ച് കുറക്കണം എന്തിനാന്ന് വെച്ചാൽ, പിന്നെ ഇത് ക്രോസ് അല്ലേ, നമ്മളെ യോക്കാണെങ്കിൽ സ്ട്രൈറ്റ് ആണ്. അപ്പോൾ ഇതെന്തായാലും വലിയും. അപ്പോൾ വേസ്റ്റ് ക്ലോത്തായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്ര കുറക്കണത്. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവ് നോക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് 5, ഇങ്ങോട്ടും 5. അപ്പോൾ ഇവിടെ കറക്റ്റ് ആക്കി. ഓക്കെ, ഈ മൂല കറക്റ്റ് ആക്കുക എന്നുള്ളതിൻ്റെ പ്രധാന ഘടകമാണ് കേട്ടോ. പിന്നെ നമ്മൾ നിലവിലുള്ള ഈ ക്ലോത്ത് നമ്മൾ സാരി ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചെടുത്ത് നിൽക്കില്ല. അപ്പോൾ ഓക്കെ, 13.5 അവരെ യോക്ക് ലെങ്ത്ത്. 48 ലെങ്ത്ത്. അപ്പോൾ 48 + 1.5 49.5. ഓക്കെ, 49.5 നമ്മൾ 13.5 ആദ്യം മൈനസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള മൊത്തം ലെങ്ത്ത് നോക്കുകയാണ് കേട്ടോ. മൊത്തം ലെങ്ത്ത് 42. ഓക്കെ, ആ 42 ഇവിടെ വരുന്നത് നോക്കുക. എന്നിട്ട് കുറച്ച് നമ്മൾ വലിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ കിട്ടണില്ല. 42 ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് കേട്ടോ കൈ എടുക്കുക. 42 ഇല്ല, 41 കേട്ടോ. 41.25. അപ്പോൾ ക്ലോത്ത് വലിയതായിട്ടേ 41.25 നമ്മളിവിടെ മാർക്ക് ചെയ്യാണ്. ഓക്കെ, ഈ രണ്ടളവും കറക്റ്റാണെന്ന് എപ്പോഴും ഉറപ്പ് വരുത്തണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒരു ഭാഗത്തേക്ക് തൂങ്ങും, സൈഡ് കയറും, അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരും കേട്ടോ. ഇവിടെ പിടിക്കും. ഇനി നമ്മൾ 41.25 അല്ലേ, ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഓക്കെ, കണ്ടോ, ഈ ലെവലിൽ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ 2 പീസ് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ
സിംഗിൾ പീസ് ആണെങ്കിൽ നമ്മൾ 4 കൊണ്ടായിരിക്കും, ഡബിൾ പീസ് ആകുമ്പോൾ 8 കൊണ്ടായിരിക്കും. അപ്പം നമ്മൾ ഇതേപോലെ തന്നെ ഒരു പീസും കൂടെ ചെയ്യാം കേട്ടോ. നല്ല ഫ്ലെയർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യണം. ഇതിലും നല്ല ഫ്ലെയർ വേണമെന്നുണ്ടെങ്കിൽ 60 ഇഞ്ചിൻ്റെ ക്ലോത്ത് വേണം. 44 ഇഞ്ചിൽ നമുക്ക് ഇതിലും കൂടുതൽ ഫ്ലെയർ കിട്ടൂല കേട്ടോ. 60 ഇഞ്ചിൻ്റെ ക്ലോത്ത് കിട്ടും. അല്ലെങ്കിൽ താഴ്ഭാഗത്തേക്ക് പീസ് ഇട്ട് കൊടുക്കണം. അത് വൃത്തികേടാണ്, അതിൻ്റെ ഫിനിഷിങ് ഉണ്ടാവില്ല. ഇതും കട്ട് ചെയ്തു, ഇതും കട്ട് ചെയ്തു. ഓക്കെ, ഫോട്ടോ എടുത്തു. സോ അതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ. രണ്ടാമത്തെ പീസും ഒരു 47 ഇഞ്ചിൽ 47 പിടിച്ചു. എന്നിട്ട് ഇതേപോലെ ഇപ്പോൾ ഒരു 5.5 മീറ്ററിൻ്റെ ഒരു സാരിയാണല്ലേ. അപ്പോൾ ആ സാരി ഒരു ഡബിൾ ഫ്ലെയർ ടോപ്പിന് കറക്റ്റായിരിക്കും കേട്ടോ. അതിൻ്റെ കൈ, യോക്ക്, ഇനിയിപ്പോൾ ഇത്ര ക്ലോത്താണ് ബാക്കിയുള്ളത്, ഇത്ര. അതുകൊണ്ട് യോക്ക്, കൈ, പിന്നെ കുട്ടിക്ക് പിന്നെ എന്തോ ചെയ്യാണ്ടോ ചോദിച്ചിട്ടുണ്ട് കസ്റ്റമർ. അപ്പോൾ നോക്കാം, ശ്രമിക്കാം. എന്തെങ്കിലും ഒരു കുഞ്ഞു ഉടുപ്പോ ഒരു മിടിയൊക്കെ കിട്ടുമോ നോക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ സാരി കൊണ്ടാണ് നമുക്ക് മിക്ക പണിയും വരുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ കറക്റ്റ് ചെയ്തു. ഇവിടെ നമ്മൾ അതേപോലെ കേട്ടോ 3.25 ഇഞ്ച്, 4.25 ഇഞ്ചിന്ന് കുറച്ചിട്ട് നമ്മൾ 3.25 മാർക്ക് ചെയ്തു. ഇവിടുന്ന് ഇങ്ങോട്ട് 4.5, ഇവിടുന്ന് ഇങ്ങോട്ട് 4.5 ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി. 13.5 ഇഞ്ച് മൈനസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ 13.5 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് 48 1/2, 49.5. 49.5 ഇതൊന്ന് കറക്റ്റ് ചെയ്യാം കേട്ടോ. 41.4, 41.4, ഇതേപോലെ ചെയ്യട്ടോ. ഇതേപോലെ ചെയ്ത് ഇവിടുത്തെ ഈ അളവ് ഇവിടെ ഉണ്ടെന്നൊന്ന് കറക്റ്റ് ചെയ്യാം. 36.5 അത് ഇവിടെയും ഓക്കെയാണ് കേട്ടോ. അപ്പോൾ അതുണ്ടെന്നൊന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്യണം. ഓക്കെ, ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ലൈനിങ് എങ്ങനെ ചെയ്യാൻ നോക്കട്ടോ. അപ്പോൾ നമുക്ക് ഡബിൾ ഫ്ലെയറിലുള്ള സ്കേർട്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് യോക്ക് പാർട്ടും കയ്യുണ്ട്. അപ്പോൾ നമ്മൾ യോക്ക് പാർട്ടാണ് എടുക്കുന്നത്. 13.5 13.5 പ്ലസ് 1 14.5 കേട്ടോ. 14.5. ഓക്കെ, 14.5 എടുത്തു. കത്രിക എടുത്തു. നമ്മൾ മുൻ പീസും ബാക്ക് പീസും സെപ്പറേറ്റ് കട്ട് ചെയ്യണം കേട്ടോ. ബാക്ക് പീസ് നമ്മൾ സിബ് വെക്കണതുകൊണ്ട് പിന്നെ 2 അളവാണ് ഉണ്ടാവുക. ഓക്കെ, ബാക്ക് പീസ് 1/2 ഇഞ്ച് കൂടുതലുണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ പതിനാലര. അപ്പോൾ ഇവിടെ നമ്മൾ 7 ഇഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത് കേട്ടോ. 7 ഇഞ്ച് ഷോൾഡർ. ആം ഹോള് നമ്മൾ 6.5 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ 7 മാർക്ക് ചെയ്തു. നമ്മൾ ഷേപ്പ് ചെയ്തു.
പിന്നെ നമ്മൾ ചെസ്റ്റാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ചെസ്റ്റ് 10.5 മാർക്ക് ചെയ്യണത്. അതിൽ 1.5 ഇഞ്ച് തുമ്പ് മാർക്ക് ചെയ്തു. ഷേപ്പ് 33 33നെ 4 കൊണ്ടരിക്കുമ്പോൾ 8.25 കേട്ടോ. 8.25 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്യട്ടോ. നമ്മൾ ഓക്കെ. ഇനി നമ്മൾ ഇതേപോലെ തന്നെ വേറൊരു പീസ് എടുക്കുക. ഈ പീസ് ഇതേപോലെ വെച്ചു. ഇത് ചെയ്യുമ്പോൾ ഇത് 1/2 ഇഞ്ച് നമ്മൾ ബാക്കിലേക്ക് വെക്കണം കേട്ടോ. ബാക്ക് പീസ് 1/2 ഇഞ്ച് കൂടുതൽ വെക്കണം. ഓക്കെ. ഓക്കെ. ഈ മുൻ പീസ് നമ്മൾ മാറ്റി വെക്കുകയാണ്. ബാക്ക് പീസിൽ നമ്മൾ ഇതിൻ്റെ കഴുത്തിൻ്റെ വിടുത്ത് 3 6. അപ്പം നമ്മളിത് ബാക്ക് പീസ് 3.25 എടുക്കുക കേട്ടോ. ബാക്ക് പീസ് 4 ഇഞ്ച് കൂട്ടിയെടുക്കണം. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ബാക്കിൽ സിബ് വെക്കുമ്പോൾ തുണി കയറിപ്പോവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എക്സ്ട്രാ കാണണം. നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കും. ഇനി നമ്മൾ കൈയാണ് കേട്ടോ. നമ്മൾ 19 ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത് കേട്ടോ. കൈയിൻ്റെ ലെങ്ത്ത് 19 ഇഞ്ചാണ് എടുക്കുന്നത്. 19ക്ക് നമ്മൾ ഇത് ലൈനിങ് ഉള്ള കൈക്ക് ലൈനിങ് വേണോ വേണ്ടേ? ഇപ്പോൾ ലൈനിങ് ഇല്ലാത്തതായതുകൊണ്ട് അതിൽ നമ്മൾ 1.5 ഇഞ്ച് കൂട്ടുകയാണ് കേട്ടോ. അപ്പോൾ 20.5 പിന്നെ ഇവിടെ നമ്മൾ 3.5 ഇഞ്ച് ഷേപ്പ് ചെയ്യാണ് കേട്ടോ. ഇവിടെ 9.25 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്. കൈയിൻ്റെ ലൂസ് വേണ്ട കേട്ടോ നമുക്ക്. നമ്മൾ കൈയിൻ്റെ അടി ലൂസാണ് നോക്കുന്നത്. 8.5 അപ്പോൾ 4.25 തുമ്പും. ഇത് പിടിച്ചാൽ കിട്ടാത്ത തുണിയായതുകൊണ്ടേ. ഓക്കെ. അങ്ങനെ നമ്മൾ ഇത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ്
ലൈനിങ് കട്ട് ചെയ്യണം. ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ലൈനിങ്ങിൽ നമ്മൾ 8-ൽ 1 ഭാഗം കൊണ്ടല്ലേ നമ്മൾ ഷേപ്പ് ചെയ്തത്, അത് ലൈനിങ്ങിൽ 4-ൽ 1 ഭാഗം കൊണ്ട് ഷേപ്പ് ചെയ്താൽ മതി കേട്ടോ. ലൈനിങ്ങിൽ 4-ൽ 1 ഭാഗം കൊണ്ട് ഷേപ്പ് ചെയ്താൽ മതി. അപ്പോൾ 2 ഇഞ്ച് കുറച്ച് ചെയ്യട്ടോ. നമ്മൾ 48 ആകെ ലെങ്ത്ത്. അതിൽ നിന്ന് 13 ഇഞ്ച് മൈനസ് ചെയ്യാണ് ചെയ്യണത്. മൊത്തം ലെങ്ത്ത് എടുത്തു. ഓക്കെ, ഇതേപോലെ തന്നെ മടക്കിയിട്ടു. എന്നിട്ട് നമ്മളെ അളവ് 4-ൽ 1 ഭാഗമാണ് എടുക്കുക കേട്ടോ. അതിന് 4 ഇഞ്ച് കുറക്കുക. 4-ൽ 1 ഭാഗം എടുത്തിട്ട് 4 ഇഞ്ച് കുറക്കുകയാണ്. അപ്പോൾ 8.25-ൻ്റെ 33-ൻ്റെ 4-ൽ 1 ഭാഗം 8.25, പിന്നെ അതിൽ നിന്ന് 4 ഇഞ്ച് കുറച്ചപ്പോൾ 8. പിന്നെ നമ്മൾ ഇത് ശ്രദ്ധിക്കട്ടോ, ഈ കോണ് കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തട്ടോ. അപ്പോൾ കോണ് കറക്റ്റ് ആണോ എന്ന് നോക്കണം, അല്ലാന്നുണ്ടെങ്കിൽ 1 ഭാഗം പൊന്തിയിട്ടും താഴ്ന്നിട്ടൊക്കെ നിൽക്കും. അപ്പോൾ ഇവിടെ ഇത് 10, ഓക്കെ, ഇവിടെ ഇതും 10 ഉണ്ടോ. ഇത് രണ്ടും ഓക്കെയാണ് ഉറപ്പ് വരുത്തണം കേട്ടോ. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നേരത്തെ വരച്ചത് തെറ്റായിരുന്നു, അളന്ന് നോക്കിയപ്പോൾ വ്യത്യാസം ഉണ്ടായിരുന്നു. ആ വ്യത്യാസം ഒഴിവാക്കണം നിങ്ങൾ കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ വരച്ചപ്പോൾ കണ്ടോ, ഇത് 10ഉം ഇത് 9 ഉള്ളായിരുന്നു. അപ്പോൾ ആ മാറ്റം നമ്മൾ ഒഴിവാക്കിയിട്ട് ഇത് 10ഉം ഇതും 10 ഉണ്ടോ, അങ്ങനെ ആക്കിട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും ചെയ്യണം. പിന്നെ 48 നിന്ന് 13.5 മൈനസ് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ 13.5 മൈനസ് ചെയ്തിട്ട് 48 49.5. അപ്പോൾ നമ്മൾ ഒരു 46 എടുത്താൽ മതി കേട്ടോ. 46 നമ്മളെ ലെങ്ത്തും അതിലേക്ക് 1 ഇഞ്ച് തുമ്പും, അങ്ങനെ 47 എടുക്കണം കേട്ടോ. അതേപോലെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് 33.5, ആ 33.5 ഇവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ പിടിച്ച ഇവിടുന്ന് ഈ സെൻറ്ററിൽ നിന്ന് 43.5 വരക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് 4-ൽ 1 ഭാഗമാണ് നമ്മൾ ഷേപ്പ് കൊടുത്തിട്ടുള്ളത്. മറ്റത് നമ്മൾ കൊടുത്തിട്ടുള്ളത് 8-ൽ 1 ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഡബിൾ ഫ്ലെയർ ആയതുകൊണ്ട് 8-ൽ 1 ഭാഗവും, സിംഗിൾ ഫ്ലെയർ ആകുമ്പോൾ 4-ൽ 1 ഭാഗമാണ് കൊടുക്കുക. ഓക്കെ, ഇത് കട്ട് ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ ഒരു ചെറിയ പീസ് ഇവിടെ വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ മടക്കുക. അവിടെ കട്ട് ചെയ്തിട്ട പീസ് നോക്കാം. നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടാത്ത തുണിയാണെന്നുണ്ടെങ്കിൽ ആദ്യം ലൈനിങ്ങുമ്മ കട്ട് ചെയ്തിട്ട് തുണിനെ സെപ്പറേറ്റ് പിന്നീട് കട്ട് ചെയ്താൽ മതി കേട്ടോ. പിടിച്ചാൽ കിട്ടാത്ത തുണിയാണെങ്കിൽ ആദ്യം ലൈനിങ് കട്ട് ചെയ്യാം, സ്കേർട്ട് പാർട്ട് ആദ്യം കട്ട് ചെയ്യണം, ബോഡിയൊക്കെ കേട്ടോ. കണ്ടോ, ഇവിടുന്നാണ് നമുക്ക് ഇത്ര തുണിൻ്റെ ആവശ്യം. ഇവിടെ 1/2 ഇഞ്ച് കയറ്റി വെച്ച് കൊടുക്കുക. കണ്ടോ, ഈ 1/2 ഇഞ്ച് കയറ്റി വെച്ച് കൊടുത്തിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ശേഷം ഒന്നുകൂടി കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് വെക്കുക. ഇപ്പം നമ്മൾ സ്കേർട്ട് പാർട്ടിന് ലൈനിങ് കട്ട് ചെയ്തു, അതേപോലെ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തു, പിന്നെ യോക്ക് പാർട്ട് കട്ട് ചെയ്തു. യോക്ക് പാർട്ടാണ് ഇത്. ഓക്കെ, ഇത് കൈ കട്ട് ചെയ്തു. പിന്നെ യോക്ക് ഇതുമാണ്. അപ്പം ഇനി യോക്കൊന്ന് കറക്റ്റായിട്ട് നമ്മൾ ഇതിൽ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നേരത്തെ സിബ് വെക്കാമെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ കസ്റ്റമർക്ക് സിബ് വേണ്ട അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവർക്ക് പ്രയാസം അത്ര സിബ് ഇടുന്നത്. അപ്പോൾ സിബ് ഇല്ലാതെ ആണ് നമ്മൾ ചെയ്യണത്. ഓക്കെ, അപ്പോൾ രണ്ടും ഒരേപോലെ തന്നെ എടുത്താൽ മതി. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാം. അപ്പോൾ ഷോൾഡർ 7,
ആം ഹോള് 6.5, ഈ 7 ഇവിടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ചെസ്റ്റ് 9.5, 1.5 ഇഞ്ച് തുമ്പ്. ഷേപ്പ് ലെങ്ത് 13.5 + 1 14.5. ഓക്കെ. പിന്നെ ഷേപ്പ് റൗണ്ട് 8.15, 8.15 1.5. ഇങ്ങനെ കേട്ടോ. ഓക്കെ. എപ്പോഴും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ലൈനിങ് ആണ് സിൽക്ക് ആകുമ്പോൾ. ഇപ്പോൾ ലൈനിങ്ങിൽ കട്ട് ചെയ്തിട്ട് ക്ലോത്തിനെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മളൊരു ഡബിൾ ഗൗണിൽ എങ്ങനെ ബോഡിയിൽ അളവെടുത്തിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കറക്റ്റ് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനുണ്ട്. അപ്പോൾ കട്ടിങ് ഇങ്ങനെയാണ്, ഇതിൻ്റെ കാര്യങ്ങൾ കട്ടിങ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ കഴിയുക. അപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യണില്ല. അപ്പോൾ കട്ടിങ്ങാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇന്ന് തന്നെ കസ്റ്റമർക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളടുത്ത് എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാനുള്ളത്, നിങ്ങളിൻ്റെ വീഡിയോസുകൾ കാണാറുണ്ടാവും, സ്ഥിരമായിട്ട് കാണാറുണ്ടാവും. ഇന്നലത്തെ ഗിവ് അവേ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തയ്യൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, നമ്മൾ എത്രയൊക്കെ നമ്മൾ തയ്യൽ പഠിച്ചാലും നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു പിന്തുണ ഇല്ലാത്തവരുണ്ടെങ്കിൽ, നമുക്ക് ആരെങ്കിലും ഒരാൾ കാര്യം പറഞ്ഞു തന്നെങ്കിൽ, ഇതിൻ്റെ സംശയങ്ങൾ തീർക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കണ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ എന്നിട്ട് നമ്മൾ ചെയ്യാൻ കഴിയാതെ നമ്മൾ ഉള്ളോട്ട് വലിഞ്ഞ് ഉള്ളിലേക്ക് ഒതുങ്ങിക്കൂടി ജീവിക്കുന്നവരുണ്ടാവും. ഇപ്പം എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്, സ്വന്തമായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സ്വന്തമായിട്ട് ഒരു തൊഴിൽ വേണമെന്ന് ആഗ്രഹിക്കണമൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം കട്ട് ചെയ്യാൻ പേടിയുള്ളവരാണ് മിക്ക ആൾക്കാരും. കത്രിക സിമ്പിളായിട്ട് എങ്ങനെ കട്ട് ചെയ്യാന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ കട്ടിങ് വളരെ പെർഫെക്റ്റ് ആയിട്ട് ബോഡിയിൽ അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കുന്നത്. താല്പര്യമുള്ളവരൊക്കെ 80 86 82 49 49 പറഞ്ഞ് നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. കൂടാതെ 1 to 31 വരെ ജോയിൻ ചെയ്യുന്നവരിൽ നിന്ന് 1ാം സമ്മാനം ജാക്ക് F5, 2ാം സമ്മാനം മെറിറ്റ് ഹൈസ്പീഡും മെഷീനുണ്ട്. അപ്പോൾ ആ ഗിവ് അവേയിലും കൂടെ പങ്കെടുക്കുക. ഇൻഷാ അല്ലാഹ് ഏറ്റവും മികച്ചൊരു ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. പാൻറ്, ഷർട്ട്, കോട്ട്, സ്കേർട്ട്, ആരി വർക്ക് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. താല്പര്യമുള്ളവരൊക്കെ ഇൻഷാ അല്ലാഹ് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അസ്സലാമു അലൈക്കും.